ഓക്കെ സാർ, അപ്പൊ നമ്മളുടെ പ്രവാസികളുടെ പ്രതീകാത്മക വോട്ടിങ്ങിന് UDF അനുകൂലമായിട്ടുള്ള വിധിയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ UDF 86 സീറ്റോടുകൂടി അധികാരത്തിലെത്തും, LDF 53, അതുപോലെ തന്നെ നേമത്തെ O രാജഗോപാലിലൂടെ BJP അക്കൗണ്ട് തുറക്കുമെന്നാണ് നമ്മളുടെ ഒരു പ്രവാസികളുടെ ഒരു വിലയിരുത്തല്. അപ്പൊ ഇതിനോട് സാറിന്റെ ഒരു അഭിപ്രായം എന്താണ്? തീർച്ചയായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, നേരത്തെ നമ്മുടെ UDF നേതാക്കന്മാരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 90 സീറ്റിനടുത്ത് കിട്ടുന്ന വീക്കം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഇപ്പം 3 എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിട്ടുള്ളത് ഇത് തന്നെയാണ്. ഏകദേശം 80-85 സീറ്റ് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ UDF അനുകൂലമായ UDF ഗവൺമെന്റ് ഭരണമുള്ള പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ആവശ്യമായ ഒരു കാര്യമാണ്. കാരണം അവരുടെ നമ്മുടെ പ്രവാസികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നേടിയെടുക്കാൻ UDF ഗവൺമെന്റ് വന്നേ തീരും. മാത്രമല്ല പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കഞ്ഞി വോട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് UPA ഗവൺമെന്റ് നമ്മുടെ അനുവദിച്ചു തന്നാണ്. UP ഗവൺമെന്റ് പ്രതിബദ്ധത തെളിയിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പൊ നമ്മുടെ ഈ ഇലക്ഷനിൽ നമ്മൾ വിജയിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിങ്ങളുടെ ഈ അവരുടെ എക്സിറ്റ് പോള് നമ്മളെ ഏറ്റവും കൂടുതൽ ആശാവാഹമായ കാര്യമാണ്. പ്രവാസികൾക്ക് ഏറ്റവും UDF ഗവൺമെന്റ് വരുന്നത് ഏറ്റവും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി. അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമുണ്ട്. അതായത് നമ്മളിപ്പോ സാറിപ്പം വിലയിരുത്തുന്നത് UDF അധികാരത്തിൽ വരുമെന്നാണ്. അപ്പൊ UDF അധികാരത്തിലെത്തുമ്പോൾ നമ്മളെ പ്രവാസി മലയാളികൾക്ക് അനുകൂലമായിട്ട് നിലപാടുകൾ ഉണ്ടാകും പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായും പ്രവാസി മലയാളികൾക്ക് അനുകൂലമായ നിലപാടാണ് UDF നേരത്തെ എടുത്തിരുന്നത്. അതുപോലെ തന്നെ UPA ഗവൺമെന്റ് പ്രവാസികൾക്ക് വേണ്ടി ഒരു വകുപ്പ് തന്നെ തയ്യാറാക്കുകയും അതിനനുസരിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് UDF കേരളത്തിനും കൂടി വരുമ്പോഴേ പ്രവാസികൾക്ക് നല്ല മാറ്റം, നല്ല പ്രവാസികളുടെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ UDF ഗവൺമെന്റ് മുന്നിട്ട് ഉണ്ടാവുന്നുള്ള വളരെ ശുഭപ്രതീക്ഷയാണ് പ്രവാസികളെ സംബന്ധിച്ചോളം ഞങ്ങൾക്കുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം പ്രവാസികൾക്ക് ഇപ്പം നമ്മളുടെ പ്രവാസി വോട്ടവകാശം യാഥാർത്ഥ്യമായിട്ടുണ്ട്. അപ്പോഴ് നമ്മൾ ഈ ഒരു പ്രവാസി വോട്ടവകാശം ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നമ്മളെ ഭാവിയിൽ കേരളത്തിൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കുമെന്ന് സാറ് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ലിമിറ്റഡ് റൈറ്റ്സ് മാത്രം നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. പ്രവാസി വോട്ടവകാശം പൂർണ്ണമായ തോതിലുള്ള പ്രവാസി വോട്ടവകാശം നമുക്ക് കരഗതമായിട്ടില്ല. മറ്റുള്ള ലോകത്തിൽ ഒരുപാട് 35 രാജ്യങ്ങളിൽ അവരുടെ എംബസികളിൽ പോയി വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് ഓപ്പൺ റൈറ്റ്. അത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടിയില്ല. മാത്രമല്ല ഇപ്രാവശ്യം പ്രവാസി വോട്ടവകാശം ലഭിക്കുന്ന സമയത്ത് ഈ ഇലക്ഷന് വളരെ ചുരുങ്ങിയ സമയം ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് വോട്ട് രജിസ്റ്റർ ചെയ്യാനും നാട്ടിലേക്ക് അയച്ചു കൊടുക്കാനും. അതിൽ വേറെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ അടക്കമുള്ള ആളുകൾ കോൺസുലേറ്റിൽ പോയി അറ്റസ്റ്റ് ചെയ്തിട്ടാണ് നാട്ടിലേക്ക് നമ്മുടെ പാസ്പോർട്ട് കോപ്പി അയച്ചു കൊടുത്തിട്ടുള്ളത്. പക്ഷേ വിത്തിൻ ടൈമിൽ നമ്മൾ കഴിഞ്ഞ 12-ാം തീയതി ഏപ്രിൽ 12-ാം തീയതി അവിടെ 12 മുമ്പേ ആപ്ലിക്കേഷൻ അവിടെ എത്തിയിട്ട് പോലും നമ്മുടെ വോട്ടേഴ്സ് നമ്മുടെ പേര് ചേർക്കാൻ അവർക്ക് സന്നദ്ധത കാണിച്ചിട്ട് തലശ്ശേരി താലൂക്ക് ഓഫീസിൽ വന്ന ഏകദേശം 100 ചില്ലുവാൻ അപേക്ഷകളിൽ 2 എണ്ണം മാത്രം അവർ സ്വീകരിച്ചിട്ടുള്ളത്. അത് കാണിക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രവാസികളുടെ വോട്ടുകൾ ബോധപൂർവം ഇടതുപക്ഷ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ തിരസ്കരിച്ചിട്ടുണ്ട്. അതിന് പരിഹാരം എന്നോണം നേരത്തെ തന്നെ പ്രവാസികളെ വോട്ട് ചേർക്കാനുള്ള സൗകര്യം ഒരുക്കുന്ന സംവിധാനം ഉണ്ടാക്കുകയും മാത്രമല്ല ഭാവിയിലെ പ്രവാസികൾ എവിടെയാണുള്ളത് അവിടെ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കരഗതമാകുന്നതോടെ ശ്രദ്ധിക്കുന്നതോടെ ഇതൊരു പൂർണ്ണാർത്ഥത്തിൽ ഫലപ്രദമായ വിജയത്തിൽ എത്തിച്ചേരുള്ളൂ. അതേ നമ്മുടെ ബ്രിട്ടനിലായാലും അമേരിക്കയിലായാലും മറ്റുള്ള പല രാജ്യങ്ങളിലും ഇറാൻ ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങളിൽ വരെ ഇവിടെ നിന്നാണ് അവർ ഇന്റർനെറ്റിലൂടെയും മറ്റുള്ള സൗകര്യങ്ങളും ഇലക്ട്രോണിക് മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള വോട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു തലത്തിലേക്ക് ഗവൺമെന്റ് എത്തിച്ചേരുമ്പോഴേ പ്രവാസികളോട് പൂർണ്ണമായി പ്രതിബദ്ധത പുലർത്തുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു. ഓക്കെ സാർ, അപ്പോഴ് നമ്മളുടെ ഇപ്പം പ്രവാസികളുമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് സംഘടനയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് പ്രവാസി ലോകത്ത് ഏറ്റവും കൂടുതൽ അധികാരമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് ദുബായ് KMC. അതുപോലെ നമ്മൾ ഈ പ്രവാസി സംഘടനകളോട് സാറിന് പറയാനുള്ള കാര്യം എന്താണ്? ഇപ്പം കൂട്ടായ്മകൾക്കും നമുക്ക് ഒരുപാട് അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സംഘടനകൾ ഇവിടെ ഉണ്ട്. അവരുടെ ഒത്തൊരുമയുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണമെന്നതിലും സാറിനുള്ള അഭിപ്രായം എന്താണ്? നേരത്തെ തന്നെ അത്തരത്തിലുള്ള ഒരു വേദികൾ പണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. വോട്ടർ ലിസ്റ്റിന്റെ കാര്യത്തിൽ കാര്യത്തിൽ ഞങ്ങൾ ഡോക്ടർ പുത്തൂർ റഹ്മാൻ നേതൃത്വത്തിൽ നമ്മുടെ ഇവിടെയുള്ള എല്ലാ ഭരണപക്ഷ പ്രതിപക്ഷ സംഘടനകളൊക്കെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഞങ്ങൾ വേദി ഉണ്ടാക്കുകയും വോട്ടർ കാര്യത്തിൽ ഗവൺമെന്റിനെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഒരു രാഷ്ട്രീയ
വ്യത്യാസങ്ങൾക്ക് അതീതമായിക്കൊണ്ട് പ്രവാസികൾ മൊത്തമായി ഒരു കുടക്കീഴിൽ നിന്നുകൊണ്ട് നമ്മുടെ എന്തെല്ലാം അവകാശങ്ങൾ നമുക്ക് ഇനിയും നേടിയെടുക്കാറുണ്ടോ ആ നേടിയെടുക്കാനുള്ള അവകാശങ്ങൾ മുഴുവനും ഭരണാധികാരികൾ നേടിയെടുക്കാനുള്ള ശ്രമത്തിൽ KMCC എന്നും മുൻപന്തിയിലുണ്ട്. അപ്പോഴേ ഇപ്പം നമ്മളിപ്പോ ഈ ഒരു ഓഡിയോ നമ്മള് ആയിരക്കണക്കിന് പ്രവാസി മലയാളികൾ ഉണ്ടാകും. നാളെ ഇപ്പൊ നമ്മളത് ഉണ്ടാകും, ഓൺലൈനിൽ വരും. അപ്പോൾ ഈ പ്രവാസി മലയാളി സമൂഹത്തിനോട് ഒരു പരിചിതനായ ഒരു പ്രവാസി മലയാളി എന്ന നിലയ്ക്ക് സാറിന് പറയാനുള്ള സന്ദേശം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ ഈ ഓൺലൈൻ റിസൾട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളെ സംബന്ധിച്ച് ശുഭ സൂചകമാണെന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ പ്രവാസികളും UDF ഗവൺമെന്റ് വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. UDF ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ പ്രവാസികളുടെ പൂർണ്ണമായ സകലമായ മേഖലയിലുള്ള പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവർക്ക് പോകാനുള്ള ഗുണപരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുവാനും അവരുണ്ടാവും എന്ന് പ്രതീക്ഷിക്കാനുള്ളത്. എല്ലാ പ്രവാസികൾക്കും ദുബായ് KMCCയുടെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയും ഈ അവസരം ചെയ്യാണ്.